ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചിട്ടുള്ള കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു കോമെന്റിൽ. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ടോട്ടൽ എത്ര ഡൗട്ട്സ് ഉണ്ട് അഞ്ജു? 5 ഡൗട്ട്സ്. അഞ്ജുവിൻ്റെ 5 ഡൗട്ട്സ്. എൻ്റെ എല്ലാ കമന്റ്സിലുള്ളത് 5 ഡൗട്ട്സ്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ ചോദിക്കണോ? ഞാൻ നീ ചോദിച്ചാ. ഇടയ്ക്ക് കയറി സംസാരിക്കുക. കെൻ യു സേ ദിസ് ഇൻ ഇംഗ്ലീഷ്? യാ, ഓഫ് കോഴ്സ്. ഇടയ്ക്ക് കയറി സംസാരിക്കുക എന്നുള്ളതിന് നമുക്ക് ഇന്ററപ്റ്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം. ഇന്ററപ്റ്റ് സെന്റൻസിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഡോണ്ട് ഇന്ററപ്റ്റ് മീ, ഹി ഈസ് ഓൾവേസ് ഇന്ററപ്റ്റിംഗ് മീ. ഇടയ്ക്ക് കയറി സംസാരിക്കുന്നതിന് മാത്രമായിട്ട് ഇന്ററപ്റ്റ് യൂസ് ചെയ്യുന്നല്ലേ? വേറെ എവിടെയും യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. അതിന് വേണ്ടിട്ട് തന്നെയാണെന്ന് തോന്നുന്നു യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇന്ററപ്റ്റ്, പിന്നെ ഡോണ്ട് ടോക്ക് ഇൻ ബിറ്റ്വീൻ ഒക്കെ നമ്മൾ ഈ മംഗ്ലീഷിൽ പറയും. പക്ഷെ സിംഗിൾ വേർഡായിട്ട് ഇന്ററപ്റ്റ്, ഡോണ്ട് ടോക്ക് ഇൻ ബിറ്റ്വീൻ എന്ന് വെച്ചാൽ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത് എന്നുള്ളതിന്റെ. പക്ഷെ അവിടെ ബിറ്റ്വീൻ നമ്മൾ അങ്ങനെ പറയില്ല. ഇൻ ബിറ്റ്വീൻ എന്നൊക്കെ പറയുമ്പോൾ ഇടയിൽ എന്നുള്ള ഒരു മീനിങ്. അതെ, ഞാൻ ഈ ഇംഗ്ലീഷ് മൂവീസിലൊന്നും കേട്ടിട്ടില്ല ഇന്ററപ്റ്റ് എന്നുള്ള വാക്ക് തന്നെയാണ് കേട്ടിട്ടുള്ളത്. ഇനി ഞാൻ വേറെ വാക്കുണ്ടെന്ന് അറിയില്ല, ബട്ട് കോമൺലി കറക്റ്റ് ആയിട്ട് ഇന്ററപ്റ്റ്. ഇനി ഞാൻ ചോദിക്കാം, ഡിഡ് യു ആൻഡ് ഹാവ് യു എന്താണ് ഈ തമ്മിലുള്ള വ്യത്യാസം? ഡിഡ് യു എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ, ഡിഡ് യു ഹാവ് ലഞ്ച്, നമ്മൾ ഹാവ് യു യൂസ് ചെയ്യുമ്പോൾ വെച്ചാൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു ഇതാ വരിക. ആ ടെൻസ് ഡിഫറൻസ് ആണ് വരുന്നത് അല്ലേ. ഇത് പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷിൽ നോക്കുമ്പോഴത്തേക്ക് ഇതിന്റെ ഈ ഡിഡ് യു ഹാവ് യുന്റെ പ്രശ്നം വരാനുള്ള കാരണം മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് വെച്ചാൽ എപ്പോഴും നമ്മൾ മലയാളം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് മലയാളത്തിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തെടുത്തൊരു ലാംഗ്വേജ് അല്ല. അതുപോലെ തന്നെ മലയാളവും അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തെടുത്ത ലാംഗ്വേജ് അല്ലല്ലോ. അപ്പൊ രണ്ടും എക്സ്ട്രീംലി ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഫ്രഞ്ച്, ഇംഗ്ലീഷ്, ലാറ്റിൻ അങ്ങനത്തെ ലാംഗ്വേജ് ഒക്കെ എന്തെങ്കിലുമൊക്കെ കണക്ഷൻ ഉണ്ടാവും. മലയാളത്തില് തീരെ കണക്ഷൻ ഇല്ല, ഒരു ബന്ധമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ടെൻസിന്റെ വ്യത്യാസം ഭയങ്കരമായിട്ട് വരുന്നുണ്ടാവും. ഇപ്പൊ ഈ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം പാസ്റ്റിലും ഇതുണ്ട്, പ്രസന്റിലും ഉണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു ഇതല്ലല്ലോ നമ്മള് ചെയ്തിട്ടുണ്ടോ നമ്മൾ ചോദിക്കുമ്പോ എപ്പോഴെങ്കിലും ലൈഫിൽ ചെയ്തിട്ടുണ്ടോ, ഒരു വട്ടാണെങ്കിലും ചെയ്തിട്ടുണ്ടോ. ആർത്താണ് മലയാളത്തിൽ വരുമ്പോ. ഇംഗ്ലീഷിൽ അങ്ങനെ അല്ലല്ലോ. പാസ്റ്റിൽ ചെയ്തിട്ടുണ്ടോ, അതിൽ പ്രസന്റിൽ ഇപ്പൊ സംസാരിക്കുമ്പോൾ പ്രസക്തി ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ആ ഒരു ക്ലാഷ് ഉണ്ടാവും. ബട്ട് സ്റ്റിൽ നമ്മളത് മനസ്സിലാക്കി, സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് നമ്മൾ മനസ്സിലാക്കി പഠിച്ച്. ചില സ്ഥലത്ത് ഐ തിങ്ക് ഡിഡ് യു ഹാവ് യു മാറി യൂസ് ചെയ്താലും പ്രശ്നം വരില്ല. പക്ഷെ ചിലപ്പോ ഏത് സിറ്റുവേഷൻസിൽ ചിലപ്പം, ഇപ്പൊ ഉദാഹരണത്തിന് ഹാസ് ഹി ഗോൺ ടു സ്കൂൾ എന്നുള്ളത് അവൻ സ്കൂളിൽ പോയിട്ടുണ്ടോ, എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ, അത് മലയാളത്തിൽ വരുമ്പോ ഹാസ് ഹി ഗോൺ ടു സ്കൂൾ അവൻ ഇന്ന് പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ അർത്ഥത്തിൽ ഇംഗ്ലീഷിൽ നമുക്ക് ചോദിക്കാം ഇതുവരെ പോയോ എന്നുള്ള അർത്ഥത്തിലൊക്കെ ചോദിക്കാം. സ്കൂളിൽ പോയോ എന്നുള്ളതേ ഉള്ളൂ. ആ ഒരു ടെൻസിന്റെ ക്ലാഷ് വരുന്നതിന്റെ കാരണം അതാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാനാണ് ചോദിക്കേണ്ടത്. ചോദിച്ചോ. എനിവേ എന്ന വേർഡ് എവിടെയാണ് യൂസ് ചെയ്യുക? എനിവേ എന്നുള്ള വേർഡ് നമ്മൾ ഈ എന്തായാലും ഇറങ്ങി തിരിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്തായാലും നനഞ്ഞു എന്നുള്ള അർത്ഥത്തില്. അപ്പൊ എന്തായാലും എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതിന് പകരമാണ് എനിവേന്ന്. എനിവേ വീവ് സ്റ്റാർട്ടഡ് ഇറ്റ്, ലെറ്റ്സ് എൻഡ് ഇറ്റ് എന്നുള്ള അർത്ഥം. നമ്മൾ എന്തായാലും തുടങ്ങി, ഇനിയിപ്പോ എന്തായാലും അവസാനിപ്പിക്കാം. എന്തായാലും എന്നുള്ള അർത്ഥമാണ് കോമൺലി. പിന്നെ ഈ എനിവേ, പിന്നെ എന്താ സംഹൗ, ഹൗഎവർ, അങ്ങനെ കുറെ വാക്കുകളൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആണ് ആളുകൾക്ക്. കാരണം പല സിറ്റുവേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യും. എനി ഹൗ, എനിവേ, ഇതൊക്കെ പല പല സിറ്റുവേഷൻസ് യൂസ് ചെയ്യും. ചില സിറ്റുവേഷൻസിൽ സിമിലർ ആയിരിക്കാം, ചില സിറ്റുവേഷൻസിൽ ഡിഫറെന്റ് ആയിരിക്കാം. കോമൺ ആയിട്ടുള്ള യൂസേജ് ആണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അതിന്റെ അർത്ഥം ആ ഒരു യൂസേജ് മാത്രമേ ഉള്ളൂ എന്നല്ല. ഇനി യൂസേജസ് ഉണ്ട്, ബട്ട് കോമൺലി എനിവേ എന്ന് പറയുന്നത് നമ്മളൊരു സെന്റൻസ്, ഒരു കോൺവെർസേഷൻ എൻഡ് ചെയ്യുമ്പോഴല്ലേ കൺക്ലൂഡ് ചെയ്യുമ്പോൾ എനിവേ നമ്മൾ കുറെ നേരം സംസാരിച്ചു എന്തായാലും അതെന്തെങ്കിലും ആയിക്കോട്ടെ ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ഈ കോൺവെർസേഷൻ എൻഡർ ആയിട്ടാണ് പൊതുവെ ഈ വാക്ക് യൂസ് ചെയ്ത് കാണാറുള്ളത് അല്ലേ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. ഓക്കെ, എനിക്ക് പൈസ തരാനുണ്ടായിരുന്ന ആൾ. പ്ലീസ് ട്രാൻസ്ലേറ്റ് ദിസ് ടു ഇംഗ്ലീഷ്. ഓക്കെ, എനിക്ക് പൈസ തരാനുണ്ടായിരുന്ന ആൾ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോ അയാൾ കടം വാങ്ങിയത് തിരിച്ചു തരാനാണെങ്കിൽ ദ പേഴ്സൺ ഹു ബോറോഡ് മണി ഫ്രം മീ, അല്ലെങ്കിൽ ദ പേഴ്സൺ ഹു ഓഡ് മീ മണി ഇത് പറയാം. അയാൾ കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോ കടം വാങ്ങിച്ചതല്ല, അയാൾ വേറെ എന്തോ രീതിയിൽ പൈസ തരാനാണെങ്കിൽ ദ പേഴ്സൺ ഹു ഹാഡ് ടു ഗിവ് മീ മണി. ഓക്കെ, ആ ഒരു ഇതിൽ പറയാം. ഇപ്പൊ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ഉണ്ടായിരുന്ന ആളൊന്നല്ല, ചിലപ്പോ ഇപ്പൊ കൊടുത്തിട്ടുണ്ടായിരിക്കും പൈസ. ഉണ്ടായിരുന്ന ആൾ അർത്ഥത്തില് പേഴ്സൺ ഹു ഹാഡ് ടു ഗിവ് മണി, അത് അത്രേ ഉള്ളൂ.
ഇനി അടുത്തത് ഞാനാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ വീഡിയോന്റെ താഴെ വന്ന മറ്റേ ഹൗഎവർ ക്വിസിന്റെ താഴെ. അപ്പോ ഹൗഎവർ ആൻഡ് സംഹൗ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഹൗഎവർ ആൻഡ് സംഹൗ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാല് ഈ സംഭവം ഹൗഎവർ നമുക്ക് ഒരേപോലെ യൂസ് ചെയ്യാം, അങ്ങനത്തെ സാഹചര്യങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ ഹൗഎവർ യൂസ് ചെയ്യുന്നിടത്ത് നമുക്ക് സംഭവം യൂസ് ചെയ്യാൻ പറ്റത്തില്ല ചില സമയത്ത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ എന്നിട്ടും എന്നുള്ള രീതിയിൽ ഹൗഎവർ യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നു. ഈ എന്താ ഞാൻ അവനെ വിളിച്ചു എന്നിട്ട് അവനെ തിരിച്ചു വിളിച്ചില്ല എന്നുള്ളതിന് ഐ കോൾഡ് ഹിം ഹൗഎവർ ഹി ഡിഡ്ന്റ് കോൾ മീ ബാക്ക് എന്ന് നമുക്ക് പറയാം. അപ്പൊ അങ്ങനത്തെ കേസസിലൊക്കെ നമുക്ക് സംഭവം യൂസ് ചെയ്യാൻ പറ്റില്ല. സംഭവം എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഐ തിങ്ക് ആ ഒരു മീനിങ് സംഭവത്തിനുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. സംഹൗ യു ഷുഡ് ഹെൽപ് മീ, ഏതെങ്കിലും ഒരു രീതിയിൽ സഹായിക്കണം, ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും. ഹൗഎവർ അത് മാത്രമല്ല യൂസ് ചെയ്യുന്നത്. ഹൗഎവർ ഇസ് എ കൺജങ്ഷൻ വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ഡിഫറെന്റ് പ്ലേസസ്, പല രീതിയിൽ യൂസ് ചെയ്യാറുണ്ട്. മെയിൻലി ഇങ്ങനെയൊക്കെയാണ്. ഹൗഎവർ യു ഷുഡ് ഹെൽപ് മീ എന്ന് അങ്ങനെ പറയാറില്ല. സംഭവമാണ് കോമൺ ആയിട്ട് എങ്ങനെയെങ്കിലും എന്നുള്ള അർത്ഥത്തിൽ യൂസ് ചെയ്യുന്നത്. ക്യൂസിൽ നമ്മൾ രണ്ടിനും കറക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ കൂടെ എനിഹൗ, അതിനും സംഭവം പല ഇത് നമുക്ക് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് സിറ്റുവേഷൻ അനുസരിച്ചുള്ളതാണ്. പിന്നെ അതിന്റെ ഒരു എക്സാക്ട് മീനിങ് എല്ലാത്തിനും പഠിക്കാതെ ഒരു സിറ്റുവേഷനിൽ ഇത് യൂസ് ചെയ്യുന്നുള്ളത് പഠിച്ചാൽ കുറച്ചുകൂടി ബേസിക് ലെവൽ സ്റ്റുഡൻസിന് എളുപ്പമായിരിക്കും. അതായത് ഇപ്പം ഹൗഎവർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നിട്ടും എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അതിൽ മാത്രം യൂസ് ചെയ്യാം. സംഭവം നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയെങ്കിലും എന്നുള്ള സിറ്റുവേഷൻ, അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്ക് കേട്ടോ. ഇഫ് യു ആർ എ മോഡറേറ്റ് സ്റ്റുഡന്റ് ഓർ മോഡറേറ്റ് അഡ്വാൻസ്ഡ്, അതിന് ബിറ്റ്വീൻ നിൽക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അത് രണ്ടും ഇഷ്ടംപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഇതോടുകൂടി അവസാനിച്ചു. ഇത് നിങ്ങൾക്ക് ഇതിൽ ഇനിയിപ്പോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇനി ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ അഞ്ചു എന്തായാലും റിപ്ലൈ തരും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് റിപ്ലൈ തരാറുണ്ട്. അപ്പൊ പിന്നെ റിപ്ലൈ നിങ്ങൾക്ക് കിട്ടും എന്തായാലും. അപ്പം കോമെന്റ് ചെയ്യാം, പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പിന്നെ എന്താ അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ, അപ്പം മറ്റൊരു ഇന്ററാക്റ്റീവ് സെഷനിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ, ദിസ് ഇസ് അഞ്ജു പ്രകാശ്, സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു. English Mithra. Stop worrying, start learning.